പിശാച് ഭയത്തിന്റെയും അടിമത്തിന്റെയും അരൂപിയാണ്. ഞാൻ പറഞ്ഞു വന്നത്, സ്വർഗത്തിന് വലിയ സ്വാതന്ത്ര്യത്തിൽ ആയിരുന്ന വ്യക്തികള് സന്തോഷം ദൈവത്തെ സ്നേഹിച്ചു സ്തുതിച്ചു മാലാഖമാരായിരുന്നു. അവര് ദൈവത്തിന്റെ തിരുമനസ് അനുഭവിച്ചുകൊണ്ട് ജീവിച്ച ആൾക്കാരാണ്. പക്ഷെ അവര് സ്വന്തം പ്ലാന് വെച്ചുകൊണ്ട് നീങ്ങി ബലം പിടിച്ച് സ്വതന്ത്ര ദൈവത്തിന്റെ തിരുമനസിന് വിരുദ്ധമായിട്ട് പ്രയോഗിച്ചുകൊണ്ട് ഇറങ്ങി തിരിച്ചു. അതുവഴി അവര് പ്രതീക്ഷിച്ചത് അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കിട്ടും, ദൈവത്തിന് കീഴിൽ കഴിയണ്ട. പക്ഷെ ചെന്ന് പെട്ടത് ഭീകരമായ അടിമത്തം, നിസ്സഹായ അവസ്ഥയിലാണ്. അതാണ് നരകം എന്ന് പറയുന്നത്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശ്വരേറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരരെ, നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നുള്ള ഈശോയുടെ അനുശാസനത്തെ ഒരു പൊതുശീർഷകമാക്കിക്കൊണ്ട് കർത്തൃ പ്രാർത്ഥനയെക്കുറിച്ച് നാം എടുക്കുന്നതായ തിരുവചന വിചിന്തന പരമ്പരയുടെ 57ാമത്തെ സെഷനിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗ്ഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥനയുടെ 7 യാചനകളിലും 3ാമത്തെ യാതനയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേതുപോലെ ഭൂമിയിലുമാകണം. അങ്ങയുടെ തിരുമനസ്, ആ തിരുമനസ് എന്താണ് എന്ന് നമ്മൾ ഇപ്പോൾ ശ്രദ്ധിക്കുകയായിരുന്നു കഴിഞ്ഞ സെഷനുകളിൽ. അപ്പൊ നമ്മൾ കാണുകയുണ്ടായി, ദൈവത്തിന്റെ തിരുമനസ് ഇല്ലെന്നാകുന്ന സാഹചര്യങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ ഒരു സാഹചര്യം വരുന്നതാണ്. ദൈവസന്നിധി നമ്മുടെ സ്വന്തം ഇഷ്ടം ബലം പിടിച്ച് അനുവർത്തിക്കാനായിട്ട് പരിശ്രമിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പം ദൈവം ഒന്ന് പെർമിറ്റ് ചെയ്തേക്കാം നമ്മൾ ഉദ്ദേശിക്കുന്നവരെ പോകാൻ. അത് നമ്മുടെ സ്വതന്ത്ര മനസ്സ ദൈവം മാനിക്കുന്നത് കൊണ്ടാണ്. ദൈവം തന്നെ നമുക്ക് തന്ന സ്വതന്ത്ര മനസ്സ ദൈവം ഒരിക്കലും തകർക്കുകയല്ല, ബലം പിടിച്ച് കീഴ്പ്പെടുത്തുക, അതിനെപ്പോഴും മാനിക്കും. അതുകൊണ്ട് അങ്ങനെ മാനിക്കുമ്പോൾ ദൈവം ചിലപ്പോൾ തൻ്റെ തിരുമനസ് സമ്പൂർണമായ എന്ന് വെച്ചാൽ തൻ്റെ നന്മയുടെ നിറവില്, സ്നേഹത്തിൻ്റെ നിറവില്, അവിടുത്തെ സർവശക്തിയുടെ കരുത്തില് നമുക്ക് വേണ്ടി, മനുഷ്യമക്കൾക്ക് വേണ്ടി അവിടുന്ന് വിഭാവനം ചെയ്തിരിക്കുന്ന കാര്യങ്ങളുടെ പൂർണ്ണത, അതാണ് തിരുമനസ് എന്ന് വരുന്നത്. അതിനപ്പുറം ഒരു നന്മ, സന്തോഷം, തികവ്, നിറവ്, പൂർണ്ണത നമുക്ക് ഒരിടത്തും ചിന്തിക്കാനോ വിഭാവനത്തിന് എത്തിപ്പിടിക്കാനോ പറ്റത്തില്ല. അങ്ങനെയുള്ള ആ നിറവ് ആണ് ദൈവത്തിന്റെ തിരുമനസ്സിൽ നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്നത്. അത് മാറിയിട്ട് നമ്മൾ നമ്മുടേതായ രീതിയിൽ ചില സ്വാർത്ഥ താല്പര്യങ്ങള്, നമുക്ക് ഇതാണ് നല്ലതെന്ന് വെച്ചാൽ നമ്മൾ പോകുന്നു, അത് ആവശ്യപ്പെടുന്നു, അന്വേഷിക്കുന്നു, അതിനകത്ത് മുങ്ങുന്നു, മുഴുകുന്നു. അപ്പോൾ തൂർത്തപുത്രൻ പന്നിക്കൂട്ടി പോയി ചെന്ന് പെട്ടതുപോലെയുള്ള അവസ്ഥയിലേക്കാണ് അതുവഴി നമ്മൾ ചെന്ന് പെടുക. നമ്മൾ കണ്ടു കഴിഞ്ഞ കാര്യങ്ങളാണ്. അപ്പൻ്റെ കൂടെ താമസിക്കുന്നത് ശരിയല്ല, സുഖമല്ല, സ്വാതന്ത്ര്യമില്ല എന്ന് തൂർത്ത് ചിന്തിച്ചപ്പോഴാണല്ലോ അവൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. പക്ഷെ ചെന്ന് പെട്ടത് വല്ലാത്ത നിരാശയുടെയും ഞെരുക്കത്തിന്റെയും നിസ്സഹായതയുടെയും അവസ്ഥയിലാണ്. മാലാഖമാരെ കുറിച്ച് തന്നെ പറയും, ദൈവത്തിന്റെ കീഴില് ദൈവത്തെ സ്തുതിച്ച് വണങ്ങി അങ്ങനെ ഒരു അടിമകളെ പോലെ കഴിയാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല. ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം, ഞങ്ങൾക്ക് യഥേഷ്ടം ജീവിക്കണം, യഥേഷ്ടം ഞങ്ങൾക്ക് വ്യാപരിക്കണം, ഞങ്ങൾക്ക് ഏറ്റവും വലിയ അവസ്ഥയിലേക്ക് കയറണം. അങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് ലൂസിഫർ ഇറങ്ങിയത്, കൊടുത്തി പോയ മാലാഖമാർ ഇറങ്ങിയത്. പക്ഷെ അവർ ചെന്ന് പെട്ട അവസ്ഥ ഭീകരമായ അടിമത്തത്തിലാണ്. ദൈവം നൽകുന്ന സ്വാതന്ത്ര്യം അവർക്ക് നഷ്ടപ്പെട്ടു. ദൈവം അനുവദിക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെതായ സന്തോഷ ശക്തി അവർക്ക് നഷ്ടപ്പെട്ടു. നാരകീയ സൈന്യമെന്ന് പറയുന്നത് മുകളിലുള്ള തലവന്റെ കീഴില് ഭയത്തിന് അടിപ്പെട്ട് അടിമത്തത്തിൽ എന്ന പോലെ പീഡനത്തിന്റെ ഭീഷണിയുടെ മുമ്പിൽ പ്രവർത്തിച്ചു പോകുന്ന ഒരു അടിമത്ത കൂട്ടായ്മയാണ്. നമ്മൾ മത്തായിയുടെ സുവിശേഷം 20ാമത്തെ അധ്യായത്തില് 25ാമത്തെ വാക്യത്തില് ഈശോ പറയുന്നത് കാണാമല്ലോ, വിജാതിയുടെ ഇടയില് അധികാരികള് അധികാരം പ്രയോഗിക്കുന്നു, ഒന്നാമൻ ആഗ്രഹിക്കുന്നവർ പ്രമാണിത്വം എടുക്കുന്നു. നിങ്ങളുടെ അങ്ങനെ ആയിരിക്കരുത്. ലോകത്തിന്റെ ശൈലിയിൽ അധികാരം പ്രയോഗിക്കുക, പ്രമാണിത്വം എടുക്കുക, തങ്ങളുടെ ശക്തി ആൾക്കാരെ അനുഭവിച്ചിട്ടോ അവർ ഒതുങ്ങാൻ ഇടവരിക, അനുസരിക്കുക. ലോകത്തിന്റെ ശൈലി എന്നവർ ലോകത്തിന്റെ പ്രമാണിയുടെ ശൈലിയാണ്. അത് നരകത്തിന്റെ സാധാരണ ശൈലിയാണ്. അതാണ് നരകത്തിന്റെ അവസ്ഥ, നരക സൈന്യത്തിന്റെ അവസ്ഥ. സ്നേഹത്തിന്റെ കൂട്ടായ്മയിലല്ല അവർ പ്രവർത്തിക്കുക, ഭയത്തിന്റെ കീഴിൽ ഞെരുങ്ങിയിട്ടാണ്. ചിലപ്പോഴൊക്കെ ബഹിഷ്കരണ ശുശ്രൂഷയിൽ ഒരു വ്യക്തിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന പൈശാചിക അരുവി ആദ്യം ഇറങ്ങിപ്പോകുന്ന പലപ്പോഴും ശക്തി കുറഞ്ഞങ്ങളായിരിക്കും. അത് ഇറങ്ങിപ്പോകുമ്പോൾ
അതുങ്ങളിങ്ങനെ പേടിച്ച് കരയുന്നത് കണ്ടിട്ടുണ്ട്. ഞാൻ അങ്ങ് ചെല്ലുമ്പോൾ ഈ വ്യക്തിയെ, ഈ ആളിനെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി ആളുകൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പല രീതിയിൽ കൊന്ന് തീർത്തെടുത്ത് കൊണ്ടുപോകാൻ പക്ഷെ സാധിച്ചിട്ട് ഇപ്പം ഈ അരൂപി ഇറങ്ങി പോകേണ്ടി വരുന്നു. ഈ വ്യക്തിയെ കൂടാതെ ചെല്ലുമ്പോൾ, ഈ ആത്മാവിനെ കൂടാതെ കൊണ്ടു ചെല്ലുമ്പം ചെന്ന് കഴിയുമ്പം അവിടെയുള്ള മറ്റ് പൈശാചിക അരികൾ എന്നെ എടുത്തിട്ട് അടിക്കും, ഞാൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് കരയുന്ന പൈശാചിക സാന്നിധ്യങ്ങളെ കുറിച്ച് പുസ്തകങ്ങളിൽ പുതുച്ചാളിൽ പങ്കുവെക്കുന്നത് വായിക്കാൻ പറ്റും. ഞാൻ തന്നെ എൻ്റെ എളിയ അനുഭവം കണ്ടിട്ടുമുണ്ട്. അങ്ങനെ കരയുന്ന പൈശാചിക അരികൾ നിസ്സംഗതി കരഞ്ഞിറങ്ങി പോകുന്നതാണ്. ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള അടിമത്തത്തിന്റെ ഭയത്തിന്റെ അവസ്ഥയിലേക്കാണ് ഈ മാലാഖമാർ ചെന്ന് പെട്ടത്. നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ ആത്മാവിനെ അല്ല നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന പുത്രസ്വീകാരത്തിന്റെ ആത്മാവിനെയാണ് എന്ന് റോമ 8:14-15 വാക്യങ്ങൾ വായിക്കുന്നുണ്ടല്ലോ. പിശാച് ഭയത്തിന്റെ അടിമത്തിന്റെ അരൂപിയാണ്. ഞാൻ പറഞ്ഞു വന്നത് സ്വർഗത്തിന് വലിയ സ്വാതന്ത്ര്യത്തിൽ ആയിരുന്ന വ്യക്തികള് സന്തോഷം ദൈവത്തെ സ്നേഹിച്ചു സ്തുതിച്ചു മാലാഖമാരായിരുന്നു. അവര് ദൈവത്തിന്റെ തിരുമനസ് അനുഭവിച്ചുകൊണ്ട് ജീവിച്ച ആൾക്കാരാണ്. പക്ഷെ അവര് സ്വന്തം പ്ലാന് വെച്ചുകൊണ്ട് നീങ്ങി ബലം പിടിച്ച് സ്വതന്ത്ര മനസ്സ് ദൈവത്തിന്റെ തിരുമനസ്സിന് വിരുദ്ധമായിട്ട് പ്രയോഗിച്ചുകൊണ്ട് ഇറങ്ങി തിരിച്ചു. അതുവഴി അവര് പ്രതീക്ഷിച്ചത് അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കിട്ടും, ദൈവത്തിന് കീഴിൽ കഴിയണ്ട. പക്ഷെ ചെന്ന് പെട്ടത് ഭീകരമായ അടിമത്തം നിസ്സഹായ അവസ്ഥയിലാണ്. അതാണ് നരകം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിലും മാലാഖമാരെ പറ്റി നമ്മുടെ ജീവിതത്തിലും ദൈവത്തിന്റെ തിരുമനസ് മാറ്റി വെച്ചിട്ട് നമ്മൾ എവിടെയൊക്കെ എപ്പോഴൊക്കെ സ്വന്തം ഇഷ്ടവും പദ്ധതിയായിട്ട് നീങ്ങുന്നോ അതെല്ലാം നമ്മൾ നിസ്സഹായ ചെന്നപ്പെടാനാണ് ഇടവരുത്തുന്നത്. മനസ്സ് കാണുകയുണ്ടായി, ഇസ്രായേൽക്കാര് രാജാവിനോട് മുറവിളി കൂട്ടി, ഞങ്ങൾക്ക് രാജാവ് വേണം, സൈന്യം വേണം, രാജകുമാരന്മാരും കുമാരിമാരും വേണം, അങ്ങനെ സന്തോഷമായിട്ട് സുഖമായിട്ട് കരുത്തോടെ ജീവിക്കണം. പക്ഷെ അവസാനം അവർ ചെന്നുപെട്ടത് ബാബിലോണിന് അടിമത്തത്തിലാണ്. അവർ വിലപിക്കുകയാണ്. ദൈവത്തിന് ഇടപെടാൻ പറ്റുന്നില്ലാത്ത പോലെ അന്യനാട്ടില് അവർ വിലപിക്കുന്നു, ഞെരുങ്ങുന്നു. ദൂരത്തോത്ര പന്നിക്കുട്ടി കിടന്ന് പഞ്ഞം കൊണ്ടും പന്നിയുടെ നാറ്റം കൊണ്ടും തട്ടും മുട്ടും മേടിച്ച് കുത്തും മേടിച്ച് കിടന്ന് കരയുന്ന പോലെ. ഇതാണ് നമ്മൾ ദൈവത്തിന്റെ തിരുമനസ് മാറ്റി വെച്ചിട്ട് സ്വന്തം മനസ്സ് സ്വന്തം പ്ലാന് പദ്ധതി ഇവർക്ക് പിടിച്ച് ഇറങ്ങിത്തിരിക്കുമ്പോൾ. പക്ഷെ അങ്ങനെ നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ നിർബന്ധം പിടിക്കുമ്പോൾ ദൈവം ചിലപ്പോൾ അത് അനുവദിക്കും. പെർമിറ്റിംഗ് വിൽ ഓഫ് ഗോഡ്. അപ്പൊ അങ്ങയുടെ തിരുമനസ് നിറവേറണമേ എന്നിൽ. അങ്ങയുടെ തിരുമനസ്സല്ല, എന്റെ സ്വാർത്ഥ താല്പര്യങ്ങളൊന്നും എന്റെ ലൈഫിൽ സംഭവിക്കരുതേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് വളരെ പരമപ്രധാനമായ കാര്യമാണ്. അപ്പൊ നമ്മൾ തിരുമനസ്സിനെ കുറിച്ച് അങ്ങനെ അല്പം ചിന്തിക്കുകയുണ്ടായി കഴിഞ്ഞ സെഷനിൽ. വീണ്ടും നമ്മൾ ചിന്തിക്കുമ്പോൾ സ്വർഗത്തിലേതുപോലെ ഭൂമിയിലുമാകണമേ. അപ്പൊ തിരുമനസ് അനുവർത്തിക്കപ്പെടുന്ന അനുഭവം, തിരുമനസ് പൂർണ്ണമായ രീതിയിൽ ഒരു അനുഭവമായി യാഥാർത്ഥ്യമായി നിലനിൽക്കുന്ന അനുഭവം, അവസ്ഥ, അതാണ് സ്വർഗം. അതാണ് സ്വർഗം. ദൈവത്തിന്റെ തിരുമനസ് മാറ്റിവെച്ചിട്ട് സ്വന്തം പ്ലാനും പദ്ധതിയൊക്കെ ആയിട്ട് ആരൊക്കെ ഇറങ്ങിത്തിരിക്കുന്നോ അവർ ചെന്നുപെടുന്ന അവസ്ഥയാണ് നരകം. ധൂർത്തപുത്രൻ ചെന്നുപെട്ടുന്ന പന്നിക്കൂട്, അവിടുത്തെ ദുരന്തം, അപ്പന്റെ വീട്ടിലെ സൗഭാഗ്യം, ഭക്ഷണം, ജോലിക്കാർക്ക് പോലും ഭക്ഷണം, നല്ല വസ്ത്രം എല്ലാം അവിടെ ഉണ്ട്. അതുകൊണ്ട് നഷ്ടപ്പെട്ട് അവന് പന്നിക്കുട്ടി കിടക്കുന്നു. അപ്പൊ അപ്പന്റെ മനസ്സ് ഒപ്പിയെടുത്ത് അപ്പനെ സ്നേഹിച്ച് കൂടെ നിൽക്കാൻ, അപ്പനെ ബഹുമാനിച്ച് അനുസരിച്ച് നിൽക്കാൻ അവന് മനസ്സില്ല. അപ്പൊ ചെന്ന് പെട്ടതാണ് നരകം. അവന് പന്നിക്കൂടെന്ന് പറയുന്നത് അതാണ് നരകം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നിരന്തരം സ്വർഗീയ അനുഭവത്തിൽ നമുക്ക് ആയിരിക്കണമെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ തിരുമനസ്സാണ് എപ്പോഴും അന്വേഷിക്കേണ്ടതും അനുവർത്തിക്കേണ്ടതും. ഞാൻ വീണ്ടും പുറകോട്ട് കറക്റ്റ് പറയുകയാണ്. അങ്ങനെ ദൈവത്തിന്റെ മനസ്സ് ഇഷ്ടം അനുസരിക്കുന്നതാണ് ദൈവത്തിന്റെ രാജ്യം എന്ന് പറയുന്നത്. ദൈവം പറയുന്ന കാര്യങ്ങൾ, ദൈവത്തിന്റെ താല്പര്യങ്ങൾ അനുസരിച്ചുകൊണ്ട് ദൈവത്തിനെ ഭരിക്കാൻ വിട്ടുകൊടുക്കുന്ന അവസ്ഥ, അതൊരു ഭൂമിയിലെ ഭരണം പോലെയോ പൈശാചിക ആധിപത്യത്തിന്റെ ഭരണം പോലെ അല്ല. ദൈവം ഒരിക്കലും അടിച്ചമർത്തി ഭരിക്കുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ദൈവം നമുക്ക് അവിടുന്ന് തന്നെ നൽകിയ സ്വാതന്ത്ര്യത്തെ മാനിക്കുന്നു. ആ സ്വാതന്ത്ര്യം നമ്മൾ ദുരുപയോഗിച്ചാൽ പോലും നമ്മളെ കുറ്റപ്പെടുത്തിക്കുകയോ വെറുക്കുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യുന്നില്ല. എപ്പം നമ്മൾ തിരിച്ച് അതിനുശേഷം വന്നാലും സ്വന്തം ചെലവിൽ അവിടെ നമ്മൾ സ്വന്തമാക്കി എടുക്കുന്ന 3 കാര്യങ്ങൾ ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞതാണല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഒരു ശൈലിയുള്ള ദൈവത്താൽ ഭരിക്കപ്പെടാൻ, നയിക്കപ്പെടാൻ നമ്മൾ കൊടുക്കുമ്പോൾ ദൈവരാജ അനുഭവമായി. അങ്ങനെ ദൈവത്തെ അനുസരിക്കണമെങ്കിൽ ദൈവം ആരാണെന്ന് അറിഞ്ഞിട്ട് അവിടത്തുള്ള വലിയ സ്നേഹം, ബഹുമാനം, ഇഷ്ടം, അടുപ്പം എല്ലാം ഉണ്ടാവണം. അതാണ് അങ്ങനെ നാം പൂജിതമാകണമേ. അപ്പൊ 3 യാചനകളുടെ കണക്ഷൻ ഞാൻ വീണ്ടും 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 പറയുന്നത്, ഈ ഒരു വിചിന്തന പരമ്പര പൂർത്തിയായി കഴിയുമ്പോൾ നമ്മൾ എപ്പോൾ സ്വർഗസ്വനായ പിതാവേ ചൊല്ലാൻ ആരംഭിച്ചാലും ഈ ഒരു അനുഭവത്തിൽ കത്തിക്കയറണം, കത്തി 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 തെളിഞ്ഞു വരണം. അത് സമയമെടുക്കും. നമ്മളിങ്ങനെ തീക്കകത്തോട്ട് ഇരുമ്പ് കഷ്ണം ഇടുമ്പോഴേ തീ പോലെ കത്തുവോ?
തീ പോലെ ജ്വലിക്കുമോ? ഇല്ല. തീക്കകത്ത് കിടന്ന് പയ്യെ അതിന്റെ ചൂട് ഓരോ കണികയിലേക്ക് കയറി തുരുമ്പിച്ച ഇരുമ്പ് കഷ്ണം തൂമ്പ അല്ല വാക്കത്തി അതിലേക്ക് പയ്യെ ചൂടേറ്റ് തീ ജ്വാലകൾ ഏറ്റേറ്റ് ചൂട് പിടിച്ച് അകത്തോട്ട് ഇവിടെ കോശങ്ങൾ അതിന്റെ സെല്ലുകള് കണികകൾ ചൂട് പിടിച്ച് ഒരു പരിധിക്കപ്പുറം ആകുമ്പോൾ ജ്വലിക്കാൻ തുറക്കുന്നു, തീ പോലെ ആകുന്നു. അതിന് സമയമെടുക്കും എന്ന് പറഞ്ഞ പോലെയാണ് നമ്മളും ഇങ്ങനെ സ്വർഗസ്വനായ പിതാവി പ്രാർത്ഥനയുടെ ഈ യാചനകള് പ്രഖ്യാപനങ്ങള് അറിഞ്ഞുകൊണ്ട് ചൊല്ലി നമ്മൾ സ്വർഗീയരായിട്ട് മാറണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അപ്പൊ ഒരു മോഡലാണ് സ്വർഗം എന്ന് പറയുന്നത്, ഒരു ഉറവിട അനുഭവമാണ്. നമ്മുടെ ഒരു ക്രൈസ്തവ ആത്മീയതയുടെ അങ്ങേയറ്റത്തെ ഉറവിടവും മാതൃകയും നിറഞ്ഞ അവസ്ഥയും എത്തിപ്പെടേണ്ട ലക്ഷ്യം എല്ലാം സ്വർഗമാണ്. ഈ സ്വർഗം എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ പറഞ്ഞ സ്വർഗസ്ഥനായ എന്നുള്ള വാക്കിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ച് ഓർമ്മിക്കുന്നുണ്ടല്ലോ. സ്വർഗമെന്ന് പറയുന്ന ഒരു സ്ഥലമല്ല, ഒരവസ്ഥയാണ്. ദൈവരാജ്യം എന്ന് പറയുന്നത് റേഞ്ഞും ദൈവത്തിന്റെ ഭരണമാണ്, ദൈവത്താൽ ഭരിക്കപ്പെടുന്ന അവസ്ഥയാണ്. രാജ്യം എന്ന് പറയുന്ന ഒരു സ്ഥലമല്ല, അതൊരവസ്ഥയാണ്. ദൈവത്തെ ആത്മാവിനാൽ ദൈവത്തിന്റെ തിരുമനസ്സിനാൽ നമ്മൾ നയിക്കപ്പെടുന്ന ഭരിക്കപ്പെടുന്ന അവസ്ഥയ്ക്കാണ് ദൈവഭരണം. റെയിൻ ഓഫ് ഗോഡ് കേട്ടോണല്ലോ. ഒരു സ്വർഗമെന്ന് പറയുന്നത് ഒരു സ്ഥലമല്ല, അത് ഒരു അവസ്ഥയാണ്, അത് ആത്മീയ അവസ്ഥയാണ്. ആത്മീയ അവസ്ഥയിലാണ് ദൈവമായിരിക്കുന്നത്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറയുമ്പോൾ അങ്ങ് ദൂരെയുള്ള ഒരു സ്ഥലത്ത് മേഘങ്ങളുടെയൊക്കെ മുകളിൽ വലിയൊരു അങ്കണം രാജകൊട്ടാരം പോലെ അവിടെ ഇങ്ങനെ ദൈവം വസിക്കും. ദർശനങ്ങളൊക്കെ അങ്ങനെ കാണുമ്പം അങ്ങനെ കാണുന്നത് യേശയ്യായും യോഹന്നാനും ഒക്കെ കാണുമ്പം അങ്ങനത്തെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. അത് നമുക്ക് തിരിയാൻ വേണ്ടിയിട്ട് നമുക്ക് തിരിയുന്ന സ്ഥല കാര്യങ്ങളുടെ ഒക്കെ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ കാറ്റഗറീസ് ഉപയോഗിച്ചുകൊണ്ട് പങ്കുവച്ചിരിക്കുന്നതാണ്. ഒരു വലിയ സിംഹാസനത്തിൽ ദൈവമായ കർത്താവ് ഇരിക്കുന്നു എന്ന് പറയുമ്പം അങ്ങനെ സിംഹാസനത്തിൽ ഇരിക്കാനായിട്ട് ദൈവത്തിന് ശരീരമുണ്ടോ? ഇല്ല. ദൈവം അരൂപിയല്ലേ? ഒന്ന്, ദൈവം സർവ്വവ്യാപിയല്ലേ? നോക്കിക്കേ, ദൈവം സർവ്വവ്യാപിയാണെങ്കിൽ ദൈവത്തിന് വസിക്കാനുള്ള സിംഹാസനവും ഈ സർവത്തെയും ആശ്ലേഷിക്കുന്നതായിരിക്കണ്ടേ. ഒരു ചെറിയ ഒരു കസേരയിൽ പോയി ദൈവത്തിന് ഇരിക്കാൻ പറ്റും? സർവ്വവ്യാപിയാണ് എങ്കിൽ അവിടുത്തെ ഭൂമി അവിടുത്തെ പാദപീഠമാണ്, സ്വർഗം അവിടുത്തെ സിംഹാസനം, സ്വർഗമാണ് സിംഹാസനം. അപ്പൊ സ്വർഗമെന്ന് പറയുന്നത് എവിടെയെല്ലാം ഉണ്ടോ അതെല്ലാം ദൈവത്തിന്റെ സിംഹാസനമാണ്. സ്വർഗം എന്ന് പറയുന്നത് എന്താണ്? അതൊരു അവസ്ഥയാണ്. എന്താണ് അവസ്ഥ? നമ്മൾ നേരത്തെ പറയുകയുണ്ടായി, 3 കാര്യങ്ങളാണ് സ്വർഗത്തെ സ്വർഗമാക്കുന്നത്. ഒന്ന്, ദൈവത്തിന്റെ സാന്നിധ്യം. ദൈവം ഒരിടത്തെ സ്വർഗം ഉണ്ടാവുള്ളൂ, ദൈവം എല്ലായിടത്തും ഉണ്ട്. അതുകൊണ്ട് എല്ലായിടത്തും സ്വർഗം ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ദൈവം ഒരിടത്തെ സ്വർഗമുള്ളൂ, ദൈവം എല്ലായിടത്തും ഉണ്ട്. അപ്പൊ എല്ലായിടത്തും സ്വർഗം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, പക്ഷെ എല്ലായിടത്തും സ്വർഗം ഉണ്ടാകുന്നില്ല. 2, ദൈവത്തിന്റെ സാന്നിധ്യം ഇങ്ങനെ ഉണ്ട് എന്നുള്ളത് തിരിച്ചറിഞ്ഞ് ആ സാന്നിധ്യത്തെ ദൈവത്തിന്റെ സാന്നിധ്യം ദൈവ സാന്നിധ്യമായിട്ട് അംഗീകരിച്ച് ആഘോഷിച്ച് ആരാധിച്ച് സ്തുതിച്ച് നിൽക്കാൻ മനസ്സുള്ള സ്വതന്ത്ര മനസ്സുള്ള വ്യക്തികൾ, മലാഖമാരോ മനുഷ്യരായിക്കോട്ടെ, അവരിലെ സ്വർഗം ഉണ്ടാവുള്ളൂ, അവിടെ സ്വർഗം ഉണ്ടാകാൻ പറ്റുള്ളൂ. ദൈവത്തെ കാണുന്ന ഒരു പന്നിക്ക് സ്വർഗാനുഭവം ഇല്ല. ഒരു തിരുവോസ്തി എവിടെയെങ്കിലും നിലത്ത് വീണ് കിടക്കുന്ന അതൊരു പൂച്ചയോ പട്ടിയോ പന്നിയോ എടുത്ത് കഴിച്ചു, അല്ല ചിലപ്പോഴൊക്കെ ഉറുമ്പരിക്കും തിരുവോസ്തിയില്. അങ്ങനെ ഉറുമ്പ് തിരുവോസ്തി അരിച്ച് തിന്നാല് ഉറുമ്പിലേക്ക് സ്വർഗാനുഭവം കടന്നു വരുമോ? വരികയാണ്. കാരണം അവിടെ ഉറുമ്പനും ഈ പറയുന്ന മൃഗങ്ങൾക്കൊന്നും സ്വതന്ത്ര മനസ്സില്ല, അറിഞ്ഞ് സ്വീകരിക്കാൻ പറ്റത്തില്ല. അപ്പൊ സ്വതന്ത്ര മനസ്സുള്ള മാലാഖ മനുഷ്യൻ ദൈവസാന്നിധ്യം തിരിച്ചറിഞ്ഞിട്ട് ദൈവത്തെ അംഗീകരിച്ച് ആരാധിച്ച് സ്നേഹിച്ച് ആയിരിക്കുക. 2ാമത്തെ കാര്യം സ്വർഗത്തിന്റെ വ്യവസ്ഥ. 3ാമത്തേത്, അങ്ങനെ ഒരു വ്യക്തി ചെയ്യുമ്പോൾ ദൈവത്തിലുള്ള ആനന്ദം, സമാധാനം, സ്നേഹം, വിശുദ്ധി ഇതെല്ലാം ആ വ്യക്തിയിലേക്ക് വന്ന് നിറയും. അത് പരിസ്ഥാനമായ ഫലങ്ങൾ എന്ന് പറയുന്നത്. ഫലങ്ങളും നിറയും. അതാണ് സ്വർഗം എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് സ്വർഗം. ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ആയിരിക്കുന്ന ദൈവം, സ്വർഗസ്ഥനായ ദൈവം. അപ്പൊ എൻ്റെ ഉള്ളിൽ അമർഷം കയറിയ ദൈവം അവിടെ ഇല്ല, കാരണം എൻ്റെ ഉള്ളിൽ സ്വർഗമില്ല. എൻ്റെ ഉള്ളിൽ വെറുപ്പ് കയറിയാൽ, ആസക്തി കയറിയാൽ സ്വർഗത്തിന്റെ അവസ്ഥ നഷ്ടപ്പെട്ടു, അവിടെ ദൈവമില്ല. സ്വർഗസ്ഥനായ പിതാവേ. അപ്പൊ എൻ്റെ ഉള്ളിൽ ഈ പറഞ്ഞ കാര്യങ്ങള്
ദൈവത്തിന്റെ സാന്നിധ്യം അംഗീകരിച്ചും അത് ആദരിച്ചും ഈ സ്വർഗീയ ഫലങ്ങൾ ബസ്തർ ഫലങ്ങളെ അനുഭവിക്കുന്ന അവസ്ഥയിൽ എൻ്റെ ഉള്ളിൽ ദൈവം നിറയുകയാണ്, ദൈവസാന്നിധ്യം നിറയുകയാണ്. അപ്പൊ ദൈവം എന്നിൽ നിറയുമ്പോൾ ഞാൻ ദൈവത്തിലും വസിക്കും. ആ ദിവസം നിങ്ങൾ അറിയും, യോഹന്നാൻ 14:20-21, നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും ഞാൻ പിതാവിലുമാണ് എന്ന്. എൻ്റെ ഒന്നി പ്രസൻസ്. അഭിഷേകം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ദൈവത്തിലേക്ക് വരുന്നു, ദൈവം നമ്മിലേക്ക് വരുന്നു. ഒരു ഉദാഹരണം പണ്ട് പറഞ്ഞ് നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവും. ഒരു കുളം, ആ കുളത്തിലെ വെള്ളത്തിലോട്ടൊരു കുടം കൊണ്ടുപോയി മുക്കുന്ന ഒരാൾ. കുടം മുക്കിക്കഴിയുമ്പോഴേക്ക് കുടത്തിനകത്തോട്ട് വെള്ളം കുള കയറിയിട്ട് കുടം നിറയെ വെള്ളമായി. ആ കുടം വെള്ളത്തിൽ താഴുന്നു. അങ്ങനെ വെള്ളത്തിൽ താഴുന്ന കുളത്തിലെ കായലിലോ താഴുന്ന കുടം, ആ കുടത്തിന്റെ അകത്ത് വെള്ളം, കുടത്തിന് പുറത്ത് വെള്ളം. കുടം വെള്ളത്തില്, വെള്ളം കുടത്തില്. നമ്മൾ ദൈവത്തിലേക്ക് വന്ന് ദൈവത്തിലേക്ക് വിലയം പ്രാപിക്കുമ്പോൾ ദൈവം നമ്മിലേക്ക് വിലയം പ്രാപിക്കും, നമ്മിലേക്ക് നിറയുന്നു സ്വർഗം. അപ്പൊ ഇങ്ങനത്തെ ഒരു ഉറവിട അനുഭവത്തെ കുറിച്ച് നമുക്ക് നല്ല വ്യക്തത വേണം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറയുമ്പോൾ സ്വർഗത്തിന് മാത്രമേ അവിടുന്ന് വസിക്കുകയുള്ളൂ. ഞാൻ എപ്പോഴും ഈ പറഞ്ഞ 3 കാര്യങ്ങളുടെ വഴിയിലൂടെ നീങ്ങി സ്വർഗീയ അനുഭവത്തിലേക്ക് എൻ്റെ ഉള്ളത്തെ കൊണ്ടുവരുന്നു. അപ്പൊ ദൈവം അവിടെയുണ്ട്. അപ്പൊ സ്വർഗം ഒരു സ്ഥലമല്ല, ദൂരെയുള്ള സ്ഥലമല്ല, നമ്മുടെ ഉള്ളിന്റെ അനുഭവമാണെന്ന് പറയുമ്പോൾ തെറ്റിദ്ധാരണ വരരുത്. അപ്പൊ എൻ്റെ ഉള്ളിൽ മാത്രം സ്വർഗമുള്ളൂ, അല്ല. സ്വർഗം ദൈവം എവിടെയെല്ലാം ഉണ്ട്, അവിടെ സ്വർഗത്തിന്റെ സാന്നിധ്യം ഉണ്ട്. പക്ഷെ അത് അനുഭവിക്കുന്നിടത്ത് ആ സ്വർഗീയ അനുഭവം ആൾക്കാർക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും, സ്വന്തമാക്കാനായിട്ട് പറ്റുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. കലക്കമൊന്നും ഉണ്ടായില്ലല്ലോ. കാര്യങ്ങളൊന്നും നമ്മളൊന്ന് പെട്ടെന്ന് ഒരുമിച്ച് ചിന്തിക്കാനായിട്ട് നമ്മൾ അവസരം തരികയായിരുന്നു. കാരണം സ്വർഗത്തിനെ പോലെയാണ് ദൈവത്തിന്റെ തിരുവചനം ഭൂമിയിൽ ആകേണ്ടത് പറയുമ്പോൾ നമുക്ക് സ്വർഗത്തെക്കുള്ള വ്യക്തത വേണം. പക്ഷെ നമുക്ക് അടുത്ത സെഷനിൽ കാണാം. ഹല്ലേലൂയ. കർത്താവ് യേശുമിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.